ചേച്ചി ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബിനമാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളെ ഫേസസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. 2024 അവസാനവും 2025 തുടക്കവും ഭയങ്കര അടിപൊളിയായിട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. കാരണം അറിയാം, നമ്മളെ കൂടെ ഇവരാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇവരെന്ന് പറയുന്നത് ഇതുവരെ അറിയാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവരെല്ലാവരും എന്ന് പറയുന്നത് നമ്മളെ കൂടെ, ഞാനും സായിജും 8th മുതൽ ഒരുമിച്ച് പഠിച്ചാണെന്ന് അറിയാലോ. ആ സമയം മുതൽ നമ്മളെ കൂടെ തന്നെ ഒരേ ക്ലാസ്സിൽ ഒരേ ബാച്ചിൽ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അതായത് സായിജിനെ എനിക്ക് അറിയുന്ന അത്രയും വർഷമായിട്ട് തന്നെ എനിക്ക് ഇവരെ എല്ലാവരെയും അറിയാം. അതായത് നമ്മളെ ചെറിയ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് ഇപ്പോഴും ഞങ്ങളെ ഫ്രണ്ട്സ്. പലരോടും ഇത് പറയുമ്പോൾ അവർക്കൊക്കെ അതിശയം തോന്നുക, 10th ക്ലാസ്സിൽ പഠിച്ച ഫ്രണ്ട്സ് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടോ? കോണ്ടാക്റ്റ് എന്നല്ല, ഞങ്ങൾക്ക് ഇവർ മാത്രമേ ഉള്ളൂ, ഇവരാണ് ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട്സ്, അങ്ങനെ വേണം പറയാം. അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ഞങ്ങൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇവിടെ അപ്പാർട്ട്മെൻറ്റിൽ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങൾ അതിന് പോകുന്നില്ല എന്ന് ആദ്യമേ തീരുമാനിച്ചതായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ എല്ലാവരോടും ഇങ്ങോട്ടേക്ക് വരാൻ പറയുന്നത്. കാരണം എല്ലാവരും കൂടുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവരെയും വിളിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരും ഓക്കെ പറഞ്ഞു. പിന്നെ അതെന്ത്, അതിന് വേറെ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ന്യൂ ഇയർ എല്ലാവരും സെപ്പറേറ്റ് ആയിരുന്നു ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ ന്യൂ ഇയർ കുറേ ആൾക്കൊക്കെ ഭയങ്കര മോശമായിരുന്നു, ഭയങ്കര ബോറായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ പറഞ്ഞു, ഇപ്രാവശ്യം അങ്ങനെയാണ്, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ആഘോഷിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകാമെന്ന് ആദ്യം തീരുമാനിച്ചു. പിന്നെ അത് നടക്കൂലെന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു. അങ്ങനെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ അടിപൊളി ഗംഭീര പടക്കം കത്തിച്ച പോലത്തെ ഒരു എഫക്റ്റുള്ളൊരു ന്യൂ ഇയർ ആയിരുന്നു. കാരണം അത്രയും അടിപൊളിയായിരുന്നു. കാരണം ഇത്രയും വർഷം പരിചയമുള്ള ആൾക്കാർ ഒന്നിക്കുമ്പോൾ തന്നെ സൂപ്പറായിരിക്കും, നിങ്ങൾക്കറിയില്ല. അതിൻ്റെ കൂടെ ന്യൂ ഇയറും ആഘോഷവും കൂടിയാകുമ്പോൾ അത് ഡബിൾ കളറാണല്ലോ. അങ്ങനെ ഇവർ ന്യൂ ഇയറിൻ്റെ 3 ദിവസം മുന്നേ വന്നു. പിന്നെ ഇതിനകത്തൊരു ഡൗട്ട് വരാൻ ചാൻസ് ഇല്ല, ഇതിനകത്ത് നിങ്ങൾ ഏച്ചീനെയും ഹസ്ബൻഡിൻ്റെയും മോനെയും കാണുന്നുണ്ടല്ലോ, അവരും നിങ്ങളുടെ കൂടെ പഠിച്ചാണോ എന്ന് ചോദിക്കരുത്. അവർ ഞങ്ങളുടെ കൂടെ പഠിച്ചല്ല. അത് ഒന്ന് എൻ്റെ മൂത്തമ്മേൻ്റെ മോളാണ്, അതായത് എൻ്റെ ഏച്ചിയും ഏച്ചീൻ്റെ ഭർത്താവും മോനും കൂടെ ഉണ്ട്. അവരും ഞങ്ങളെ ഗ്യാങ്ങിലുള്ള ആൾക്കാരാണ്. കാരണം ഒരേ വൈബിളുള്ള ആൾക്കാരെ ആണല്ലോ നമ്മളെ ഗ്യാങ്ങിലേക്ക് എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരേ വൈബ് സെറ്റായ ആളാണ് ഇവർ 3 പേര്. അങ്ങനെ അവരും നമ്മളെ ഗ്യാങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇത്രയും വലിയൊരു ഗ്യാങ്ങായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര എന്നുള്ള വേർഡ് ഇടക്കിടക്ക് വരും. ഇവരെ കുറിച്ച് വർണ്ണിക്കാൻ എനിക്ക് അത്രയും വാക്കുകളേ ഉള്ളൂ. ഈ വീഡിയോ ഒന്നും അവരെന്തായാലും കാണാൻ പോകുന്നില്ല, എൻ്റെ ഫ്രണ്ട്സ് എന്തായാലും കാണാൻ പോകുന്നില്ല. ഏച്ചി കണ്ടിട്ട് അഭിപ്രായം പറയും. അപ്പോൾ ഇവർ വന്നത് ഞാൻ പറയാം, ഇതിൻ്റെ കഥ തുടങ്ങട്ടെ. കഥ തുടങ്ങുന്നത് ന്യൂ ഇയറിൻ്റെ 3 ദിവസം മുന്നേ ആണ്. ഞായറാഴ്ച രാവിലെയാണ് എല്ലാവരും എത്തുന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ ന്യൂ ഇയറിൻ്റെ 1-ാം തീയതി ഉച്ചവരെ വൈകുന്നേരം വരെ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം 4 ദിവസത്തെ പ്ലാനാണ്. ആ 4 ദിവസവും ക്ലബ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്നെ ഇതിനകത്ത് വീഡിയോനകത്ത് അങ്ങനെ വന്ന് ഫേസ് കാണിക്കാനുള്ളൊരു സമയം ഇതൊന്നും ഉണ്ടല്ലോ. ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആയിരുന്നു. എല്ലാവരും ഇത് കുറേയൊക്കെ ഞാൻ നിച്ചൂട്ടനെ കൊണ്ടൊക്കെയാണ് വീഡിയോസ് എടുപ്പിച്ചിട്ടുള്ളത്. കാരണം എല്ലാവരും തിരക്കായിരുന്നു, ബഹളമായിരുന്നു, ഒന്നും പറയണ്ട. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ രാവിലെ ഞങ്ങൾ ഫുഡ് കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഫുഡ് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ മനസ്സിലായി ബിരിയാണി ആയിരുന്നു വെച്ചത്. അത് കറക്റ്റ് ടൈമിന് ഉണ്ടായി തീരൂല എന്നുള്ള. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങി ഉച്ചയ്ക്കത് കഴിച്ചു. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് രാത്രി കഴിച്ചു. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഒരു ടെർഫ് ബുക്ക് ചെയ്തു. ടെർഫ് ബുക്ക് ചെയ്ത് ആണുങ്ങൾക്ക് മാത്രം കളിക്കാനല്ല, ഞങ്ങളും ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങളും മക്കളും ഒക്കെ ഉള്ളിലുണ്ടായിരുന്നു. ഒരു 1.5 മണിക്കൂറത്തേക്ക് ടെർഫ് ബുക്ക് ചെയ്തിട്ട് നമ്മളെല്ലാവരും ഫുട്ബോൾ കളിച്ചു. ആദ്യം ഞാനും ഫുട്ബോൾ കളിക്കാൻ പോയി. ഫുട്ബോൾ കളിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരെല്ലാവരും ബൂട്ട് ഇട്ടിട്ടുള്ളത് ഇവരെല്ലാം പ്രോ പ്ലേയേഴ്സാണ്. ഇവരെ കൂടെ കളിച്ച് എൻ്റെ കാലിൻ്റെ ചിരട്ട പോലും ബാക്കി ഉണ്ടാവില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പതിയെ പിന്മാറുകയാണ് ചെയ്തത്. ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിൻരാജിൻ്റെ കാലിന് ചെറിയൊരു ഡാമേജ് പറ്റിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ചവിട്ട് കിട്ടി സായുജിൻ്റെ എടുക്കുന്നത്. അത് പിന്നെ റെഡിയായി കുറച്ച് ദിവസം വേദന ഉണ്ടായിരുന്നു. അവരവിടെ നിന്ന് സൈഡിൽ നിന്ന് ഫുട്ബോൾ കളിക്കുമ്പോൾ മക്കളും ഇപ്പുറത്ത് വേറൊരു എക്സ്ട്രാ ബോൾ വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. മക്കളെ നോക്കി ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്നു. നല്ല രസമായിരുന്നു. കുറച്ച് സമയം കളിക്കും, കുറച്ച് സമയം അടികയും, നല്ല രസമായിരുന്നു. അങ്ങനെ പിന്നെ പിറ്റേ ദിവസമാണ് ഇത് നിങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കളിയൊക്കെ കഴിഞ്ഞ് വന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോയി. പിന്നെ കുറേ എല്ലാവരും ടയർഡായി, കാരണം വന്നിട്ട് ആരും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെ കിടന്നുറങ്ങി. പിറ്റേ ദിവസത്തെ കഥയാണ് നിങ്ങൾ കാണുന്നത്. സെക്കൻഡ് ഡേ നമ്മളെല്ലാവരും കുളിച്ച് റെഡിയായി പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഉച്ചയായി, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഉച്ചക്കാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. ഇതാണ് നമ്മളെ ഷിൻരാജിൻ്റെ ഭാര്യയാണ് സുവർണ. ഇവളും നമ്മളെ ഗ്യാങ്ങിലുള്ള സെയിം വൈബുള്ള നമുക്ക് പറ്റിയ ആളാണ് ഷിൻരാജ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവരെ കല്യാണം നമ്മളെ കല്യാണമൊക്കെ മുന്നേ കഴിഞ്ഞാണ്.
ഇവരത് ലവ് മാരേജ് ആയിരുന്നു. പക്ഷെ ഒരുമിച്ച് പഠിച്ചതാണ്. ഞങ്ങളുടെ 8th മുതൽ ഒരുമിച്ച് പഠിച്ചതല്ല. അവർ പോളിയിൽ പഠിക്കുമ്പോൾ ഒരുമിച്ച് പഠിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ചാണ്. അപ്പോൾ എന്ന് പറയുന്നത് നമുക്ക് പറ്റിയ, നമുക്ക് ഒത്ത, നമുക്ക് വേണ്ടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ ഒരാളാണ് സുവർണയും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് നന്ദി ഹിൽസിൽ പോകണം, പിന്നെ ആദിയോഗിയിൽ പോകണം. ഇത് രണ്ടായിരുന്നു പ്ലാൻ. പക്ഷേ അതിനകത്തേക്ക് ആദിയോഗി നടന്നില്ല, നന്ദി ഹിൽസ് മാത്രമേ നടന്നുള്ളൂ. ഞങ്ങളെല്ലാവരും പൊതുവേ പോകുന്നത് നന്ദി ഹിൽസിൽ രാവിലെയാണ്. എപ്പോഴും നന്ദി ഹിൽസിൽ പോവും ഇവർ വന്നു കഴിഞ്ഞാൽ. ഷിൻരാജിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ ഞങ്ങൾക്ക് സ്ഥിരം പോകുന്ന സ്ഥലം നന്ദി ഹിൽസ് ആയിരുന്നു. ഞങ്ങൾ പറയും നിങ്ങളെ ഹണിമൂണൊക്കെ നന്ദി ഹിൽസിൽ നിന്നായിരുന്നു എന്നുള്ളത്. അപ്പോൾ സ്ഥിരം പോകുന്ന സ്ഥലം നന്ദി ഹിൽസ്. അപ്പോൾ രാവിലെയാണ് പോകാറുള്ളത്. ഇപ്രാവശ്യം സമയം രാവിലെ പോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ പ്ലാൻ മാറ്റി വൈകുന്നേരത്തേക്കാക്കി. പക്ഷേ പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ധാരണ എന്ന് പറയുന്നത് നന്ദി ഹിൽസ് അത്ര വൈകുന്നേരം വലിയ വൈബൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു വൈകുന്നേരം പോയപ്പോഴും. ഇത് വാമി, ഇതാണ് നൈതികുട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതാണ് നമ്മളെ ഷിൻരാജിൻ്റെ മോളാണ്. ഈ വാമി എന്നാണ് പേര്. നൈദീൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നൈദി. വാമി ഇവിടെ വന്നപ്പോൾ പുറത്തുള്ള ഇവൻ്റെ അപ്പാർട്ട്മെൻറ്റിലെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് പറയാം, സീ ദിസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ. ഞങ്ങളത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുകൂടിയപ്പോൾ നൈതികുട്ടനും വാമിയും തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആയി. അവർ അതിന് മുന്നേ ഒക്കെ ഒത്തുകൂടിയപ്പോൾ അത്ര ഒരു കണക്ഷൻ ഉണ്ടായില്ല. കഴിഞ്ഞ ഇതായപ്പോൾ രണ്ടുപേരും ഭയങ്കര ബോണ്ടിങ് ആയി. പോകുന്ന സമയത്ത് രണ്ടാളും ഭയങ്കര സങ്കടപ്പെട്ടിട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം രണ്ടാളും ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എപ്പോഴാണ് കൂടുക നമ്മളെങ്ങനെയാണോ ഓരോ പരിപാടിയും പ്ലാൻ ചെയ്യുന്നത് അത്രയും എക്സൈറ്റഡ് ആയിട്ടാണ് അവരും ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ. അന്ന് വയനാട്ടിൽ പോയതിന് ശേഷം ഇങ്ങനെ നൈതി ഇടക്കിടക്കേ ചോദിക്കാൻ, അമ്മ വാമി എപ്പോൾ വരിക, എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അവർക്ക് ചെറുപ്പത്തിലേ ആ ഒരു ബോണ്ടിങ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവരെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്രാവശ്യം വയനാട്ടിൽ പോയത് ഒരു ദിവസത്തേക്കായിരുന്നു. ഇപ്രാവശ്യം 4 ദിവസം ഉണ്ടായിരുന്നുകൊണ്ട് 2 ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി. 3ാമത്തെ ദിവസം മുതൽ ചെറിയ അടിയും കുത്തും വഴക്കും കരച്ചിലെല്ലാം ഉണ്ടായിരുന്നു. അത് പിന്നെ മക്കൾ അങ്ങനെയാണല്ലോ. പക്ഷെ അവർ കുറച്ചും കൂടി വലുതായിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ നമുക്ക് അവരെ അങ്ങനെ ശ്രദ്ധിക്കേണ്ടി വന്നില്ല. വീട്ടിൽ നിന്ന് കളിക്കുമ്പോൾ മടച്ചിട്ട് വീട്ടിലുള്ള അവരെങ്ങോട്ടും പോകില്ലല്ലോ. അപ്പോൾ രണ്ടുപേരും കൂടി കുറേ സമയം ഒരുമിച്ച് കളിക്കുന്നുണ്ട്. അതന്നെ ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസം. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു. മുന്നത്തേക്ക് എന്ന് പറയുമ്പോൾ നമ്മളും അവരെ കൂടി ഇരുന്ന് കളിക്കണമായിരുന്നു. രണ്ടുപേരും ഉണ്ടെങ്കിലും അത്ര കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളും അവരെ കൂടി ഇരിക്കണമായിരുന്നു. ഇപ്രാവശ്യം രണ്ടുപേരും അവരുടേതായ ലോകത്ത് ഇങ്ങനെ കളിച്ച് അപ്പുറത്തെ റൂമിൽ നിന്ന് ചെറിയ റൂമിൽ നിന്ന് രണ്ടുപേരും ഇങ്ങനെ കളിച്ച് അവരെ ടോയ്സൊക്കെ കൊണ്ടുപോയി നല്ല രസമായിരുന്നു. അതുകൊണ്ട് അവരെയും അതുപോലെ ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പുറത്ത് പോകുമ്പോൾ മാത്രമേ കുറച്ച് ശ്രദ്ധിച്ചുള്ളൂ. രണ്ടാളും വാമി എന്ന് പറയുന്നത് ആദ്യം അത്ര അടുത്തില്ല, പക്ഷെ അടുത്ത് കഴിഞ്ഞപ്പോൾ മൂപ്പർക്ക് നൈതിക്കുട്ടൻ പോകുന്നിടക്കൊക്കെ പോകണം. ഞങ്ങളെ കാറിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നൈദീൻ്റെ കാറിലാണ് പോവുക. നൈതി ചെയ്യുന്ന പോലെ ചെയ്യും, നൈതി അങ്ങനെ തന്നെ വാമി ചെയ്യുന്ന പോലെ ചെയ്യും. ഒരാൾ കൂളിംഗ് ഗ്ലാസ് ഇട്ടാൽ മറ്റേയാൾക്ക് കൂളിംഗ് ഗ്ലാസ് വേണം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു. അപ്പോൾ ഞങ്ങൾ നന്ദി ഹിൽസിൽ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അവിടെ നിന്ന് പിന്നെ നേരെ നന്ദി ഹിൽസിലേക്ക് പോയി. പോകുന്ന സമയത്ത് പുറത്ത് നല്ല വെയിലുണ്ട്. അപ്പം തന്നെ ഞാൻ തീരുമാനിച്ചു നന്ദി ഹിൽസിൽ ഒന്നും പറ്റൂല, വൈബൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ നന്ദി ഹിൽസിൻ്റെ ഗേറ്റ് കടന്ന് ഉള്ളിൽ കയറിയപ്പോൾ മുതൽ തണുക്കാൻ തുടങ്ങി. പിന്നെ അതൊരു 1.5 വൈബായി. അടിപൊളിയായിരുന്നു കേട്ടോ. കോടയും ഉണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ താഴെയുള്ള റോഡൊക്കെ ഫുള്ള് ലൈറ്റായിട്ട് അത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. വാമി അങ്ങനെ അമ്മയും അച്ഛനും ഇല്ലാണ്ട് വേറെ ആരെ കൂടെ പോകാത്ത ശേഷം നൈതിക്കുട്ടൻ കാറിലുള്ളത് കൊണ്ടാണ് ഞങ്ങളെ കൂടെ വന്ന് ഞങ്ങളെ കാറിലിരുന്ന് നൈതിൻ്റെ കാറിൽ വരുന്നതെന്ന് പറഞ്ഞിട്ട് പോയത്. അങ്ങനെ പോകുന്ന സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങി നന്ദി ഹിൽസിലെത്തി. ഞങ്ങളിപ്പം അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ആരും സ്വെറ്റർ എടുത്തിട്ടുണ്ടായില്ല, കാരണം ചൂടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സമയം അവിടെ നിന്നപ്പോൾ മനസ്സിലായി സ്വെറ്റർ ഇല്ലാണ്ട് നടക്കൂല എന്ന്. അങ്ങനെ എല്ലാവരും വീണ്ടും പോയി സ്വെറ്ററൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അങ്ങനെയാണ് പോകുന്നത്. നല്ല തണുപ്പായിരുന്നു. മക്കൾക്കൊക്കെ സ്വെറ്റർ ഇട്ട് കൊടുത്തോണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ തണുത്ത് ശരിയായി പോയേനെ. ഇപ്രാവശ്യത്തെ ഞങ്ങൾ കുറേയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഫുൾ അതുപോലെ പ്ലാൻ ചെയ്ത പോലെ നടന്നിട്ടില്ല, എന്നാലും ഒരു 90% ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടന്നിട്ടുണ്ട്. പിന്നെ ആദിയോഗിയിൽ പോകാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ നന്ദി ഹിൽസിൽ നമ്മളിങ്ങനെ നടന്ന് ഈ സ്ഥലമൊക്കെ പുതിയതായിരുന്നു. ഞങ്ങൾ ഇതുവരെ നന്ദി ഹിൽസ് പോയിട്ട് ഈ ഒരു സ്ഥലത്ത് പോയിട്ടില്ല. ഇതുവരെ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. ഈ ഒരു സിറ്റിംഗ് സ്പേസ് എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ നിച്ചൂട്ടൻ്റെ കയ്യും പിടിച്ചുകൊണ്ടായിരുന്നു നടന്നത്, കാരണം സാവിജ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കാനും. അതുകൊണ്ട് അഥവാ വീഴുവാണെങ്കിലോ പറഞ്ഞിട്ട് ഞാൻ ഓൻ്റെ കയ്യും പിടിച്ചുകൊണ്ടായിരുന്നു നടന്നുകൊണ്ടുണ്ടായേ. പിന്നെ ഈ ഒരു സ്ഥലമൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ നന്ദി ഹിൽസിൻ്റെ ഈ ഒരു സ്ഥലത്തേക്കാണ് പോയത്. അവിടെ ഇരുന്ന് നല്ല കാറ്റായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ നൈറ്റ് വ്യൂ എല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും 7 മണി ആവാറായിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ ആദിയോഗിൻ്റെ അവിടെ വിളിച്ചു നോക്കി. അവർ പറഞ്ഞു 7:15 ആദിയോഗീൻ്റെ ലൈറ്റ് ഷോ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും അവിടെ എത്താൻ പറ്റില്ല, പിന്നെ ഓടിപ്പടിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും തീരുമാനിച്ചു ആദിയോഗിയിൽ എന്നാൽ പോകണ്ട, നമുക്ക് നന്ദി ഹിൽസിൽ നന്നായി എൻജോയ് ചെയ്തിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാം. വീട്ടിൽ പോയി പിറ്റേന്ന് ന്യൂ ഇയറിൻ്റെ
പരിപാടികളുണ്ടല്ലോ, അതെല്ലാം നമുക്ക് സെറ്റാക്കണം. അൽഫാമിൻ്റെ കാര്യങ്ങളും എല്ലാം സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി. അൽഫാമിൻ്റെ മാരിനേഷനൊക്കെ തലേ ദിവസമേ ചെയ്യണമല്ലോ. പിന്നെ എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, അടുക്കളയിൽ ഈ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവനെ ഞാൻ കണ്ടിട്ടില്ല. ഇവനാണ് സമയത്ത്, ഇവനെ ഞാൻ ആ സമയത്ത് അടുക്കളയിൽ കണ്ടിട്ടില്ല. പക്ഷേ ഇവൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ വീഡിയോസിലും ഇവൻ പണിയെടുക്കുന്നതാണ് കാണുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതുവരെ അവിടെ കാണാത്തവന് ഈ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് എങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെ അൽഫാമിന് ക്ലീൻ ആക്കി കൊടുത്ത് അത് ഏച്ചിയാണ് ഉണ്ടാക്കുന്നത്. ഏച്ചിയാണ് അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കുന്നത്. സുവർണയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരയൊക്കെ നടന്നത്, അതായത് ഞാനൊരു മേൽനോട്ടം, ബാക്കി എല്ലാവരും എൻ്റെ അസിസ്റ്റൻസ്. അങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം എനിക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു പണിയില്ല. പക്ഷെ ഞാൻ ആ പാത്രം എടുത്തും ചോദിച്ചാൽ അതെടുത്ത് കൊടുക്കും, കത്തി എടുത്തും ചോദിച്ചാൽ അതെടുത്ത് കൊടുക്കും, മൂർച്ചം പൊപ്പിച്ച് കൊടുക്കും, സാധനം എടുത്ത് കൊടുക്കും. അങ്ങനെയുള്ള പണികളാണ് എൻ്റെത്. അപ്പോൾ അൽഫാമിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പിറ്റേ ദിവസം പ്ലാൻ ചെയ്ത് കേക്ക് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കേക്ക് ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കില്ല. അപ്പോൾ നമ്മൾ പൊറോട്ടയും അൽഫാമും മയണൈസും ആണ് നമ്മളെ ന്യൂ ഇയറിൻ്റെ, അതായത് ന്യൂ ഇയറിൻ്റെ ദിവസമല്ല, അതിൻ്റെ തലേ ദിവസം നമ്മൾ ആഘോഷം തുടങ്ങില്ല. അന്നത്തെ ദിവസത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ കാര്യങ്ങളായിരുന്നു. ഇതായിരുന്നു നമ്മളെ ഫുഡിൻ്റെ മെനു. അങ്ങനെ ഏച്ചി അൽഫാമൊക്കെ മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടെ നിന്ന് സഹായിക്കുന്നുണ്ട്. ഭയങ്കര എന്തൊക്കെയോ കോമഡീസൊക്കെ പറയും. ചില കോമഡികൾ കേൾപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയിടുക. അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും കൂടി കുക്ക് ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ഒരു രസമാണല്ലോ. അത് എത്ര ചെറിയ സ്പേസ് ആണെങ്കിലും ശരി, കുറച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ കൂടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ കൂടെ ഉണ്ടാകുമ്പോൾ ആ സമയം പോകുന്നത് അറിയില്ലല്ലോ. അങ്ങനെ എല്ലാവരും കൂടിയാണ് അൽഫാമിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി എടുക്കുന്നത്. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായിപ്പോൾ. അതായത് ഈ ഒരു ഗ്യാങ് എന്ന് പറയുന്നത്, ഇതിനകത്ത് ഒരാളും കൂടിയുണ്ട്, രണ്ടാളും കൂടിയുണ്ട്. അഗിയുണ്ട്, ജെഷിയുണ്ട്. ജെഷി ഒമാനിലാണ്. അഗിക്ക് ഇപ്രാവശ്യം വരാൻ പറ്റിയിട്ടില്ല. അവന് പെട്ടെന്ന് വേറെ കാര്യം എൻഗേജ്മെൻറ്റ് വന്നതുകൊണ്ട് അവന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇവരെ പറ്റിയിട്ട് അവർ രണ്ടുപേരും കൂടിയുണ്ട് നമ്മളെ ഗ്യാങ്ങിനകത്ത്. അപ്പോൾ ഇവരെ പറ്റി പറയുവാണെങ്കിൽ എന്താ പറയുക, നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആർക്കാണെങ്കിലും നമ്മൾ എങ്ങനെയാണോ നമ്മളെ സ്വഭാവം എങ്ങനെയാണോ അതുപോലെ നമുക്ക് ഏത് സ്ഥലത്താണോ അല്ലെങ്കിൽ ആരുടെ കൂടിയാണോ നമുക്ക് നിൽക്കാൻ പറ്റുന്നത്, അവനാണ് നമ്മുടെ ട്രൂ ഫ്രണ്ട്സ്. അല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പ് നമുക്ക് അവരുമായിട്ടാണെന്ന് പറയുന്നത് ഭയങ്കര കറക്റ്റാണ്. ഇവരെ കൂടെ കൂടിയാലുണ്ടല്ലോ ഞാനാവും. അതായത് ഞാൻ സായുജിൻ്റെ അടുത്ത് എങ്ങനെയാണോ, നൈതികുട്ടൻ്റെ അടുത്ത് എങ്ങനെയാണോ, ഞങ്ങൾ മാത്രം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണോ അതേപോലെയാണ് ഞാൻ ഇവരുണ്ടാവുമ്പോൾ. ഒരു മാറ്റവും ഇല്ല, ഒരു പൊലിപ്പും തൊങ്ങലും ഒന്നുമില്ല, എന്നാൽ പൊടിപ്പും തൊങ്ങലും അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പച്ചയായ നമ്മളെങ്ങനെയാണോ അതാണ് നമ്മൾ ഇവരെ കൂടെ. അപ്പോൾ തന്നെ മനസ്സിലാക്കാമല്ലോ. അതായത് ഇങ്ങനൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കിട്ടൂല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല, ഇനി മുന്നേ ഉണ്ടായിട്ടുമില്ല. കാരണം ഇത്രയും വർഷത്തെ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം. പക്ഷെ അത് ഇത്രയും കാലം എത്തിയെന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മളങ്ങനെ എല്ലാവരും എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വിളിക്കുള്ളൂ. പക്ഷേ എങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്യാപ്പും ഫീൽ ചെയ്യില്ല. നമ്മൾ ഇത്രയും കാലം വിളിക്കാത്ത ആൾക്കാരാണെന്നൊന്നും തോന്നില്ല. നമ്മളിങ്ങനെ കണ്ടിന്യൂസായിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. കാരണം നമുക്ക് മനസ്സിൽ അത്രത്തോളം അടുപ്പമുള്ള ആൾക്കാർ ഇവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഭയങ്കര സന്തോഷമാണ്. അവർക്കും അങ്ങനെ തന്നെയാണ് നമ്മളെ ആ ഒരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ. അവർക്കും വേറെയും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോലെ തന്നെ വേറെയും ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു നമ്മൾ കൂടുമ്പോൾ ഉള്ളൊരു സംഭവം അത് നമ്മൾ കൂടുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഭയങ്കര പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇവരെ കൂടെ കൂടുക എന്നുള്ളത്. ഇവരെ കൂടെയുള്ള ഒരു ഇതും നമ്മൾ മിസ്സാക്കാറില്ല. അവരും അതുപോലെ തന്നെ എവിടെ പോകുമ്പോൾ നമ്മളും ഉണ്ടാവും. നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരും, അതായത് എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. അത്രയും ഇനി ഇങ്ങനെയൊരു റിലേഷൻ നമുക്ക് ആർക്കും കിട്ടാനും പോകുന്നില്ല. ഇതിനു മുന്നേയും എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ എന്ന് പറയുന്നത് എനിക്ക് സായുജിനോടുള്ള അതേപോലെ തന്നെയാണ് ഇവർ എല്ലാവരോടും. അത്രയും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ആൾക്കാരാണ് ഇവർ നമുക്ക്. അത് എത്രത്തോളം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം അത് അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു വാല്യൂ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്യാങ്ങിലുള്ള ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ഒരു വില മനസ്സിലാവുള്ളൂ. അപ്പോൾ ചിലർ തോന്നും അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ ഇങ്ങനെ ഒരു ഇത് കിട്ടിയത് ഞങ്ങളെ ഭയങ്കര ഭാഗ്യം തന്നെയാണ്. ഇങ്ങനെയുള്ള മതി ഇനി ഇവരെ പൊക്കി പറയരുത്, ഇതാരും കണ്ടിട്ടുണ്ടെങ്കിൽ പൊക്കി പറഞ്ഞ് അത് വേണ്ട അത് പോട്ടെ. അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങളെ
4 ദിവസത്തെ ട്രിപ്പും അവസാനിച്ചതിന് ശേഷം ഞങ്ങൾ ഈ ഒരു വീഡിയോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം ഇവർ വന്നപ്പോൾ. ഇതും ഭയങ്കരമായിട്ട് എല്ലാവരും കണ്ടപ്പോൾ അഭിപ്രായം പറഞ്ഞു, ഇത്രയും വർഷത്തെ റിലേഷൻഷിപ്പ് നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ ഭയങ്കര ഒരു ന്യൂ ഇയർ തന്നെയാണ്, നല്ലൊരു സ്റ്റാർട്ടിങ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ വർഷം അടിപൊളിയായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും അടിപൊളിയായിരിക്കും, സന്തോഷത്തോടെ ഇരിക്കുക, വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക, നെഗറ്റിവിറ്റീനെ മാക്സിമം ഒഴിവാക്കുക, നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്ത് തരുന്ന ആൾക്കാരെ ദൂരോട്ട് വെക്കുക, സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ഹാപ്പി ന്യൂ ഇയർ. ടാറ്റാ, ബൈ ബൈ.